എവ്രിവൺ. ഞാൻ വീണ വേണുഗോപാലൻ. ഇന്നത്തെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ആരംഭിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ മൈൻഡ് ട്രസ്റ്റിലെ കുടുംബാംഗങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സ്ത്രീകൾക്കും മൈൻഡ് കുടുംബാംഗങ്ങളായ എല്ലാ സ്ത്രീകൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെ പേരിലും സ്നേഹം നിറഞ്ഞ വനിതാ ദിനാശംസകൾ അറിയിച്ചുകൊണ്ടാണ്. മൊബിലിറ്റി ഇൻ ഡിസ്ട്രോഫി മൈൻഡ് ട്രസ്റ്റിന്റെ ബി പ്രോജക്ട് സംഘടിപ്പിക്കുന്ന വനിതാ ദിനാഘോഷ പരിപാടിയിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യും. 2017 മെയ് 1 മസ്കുലർ ഡിസ്ട്രോഫി, സ്പൈനൽ മസ്കുലർ അട്രോഫി ബാധിതർക്ക് വേണ്ടി അവരാൽ തന്നെ ആരംഭിച്ച സംഘടനയാണ് മൊബിലിറ്റി ഇൻ ഡിസ്ട്രോഫി അഥവാ മൈൻഡ് ട്രസ്റ്റ്. ബോധവൽക്കരണം, വിദ്യാഭ്യാസം, തൊഴിൽ, പുനരധിവാസം, ഗവേഷണം എന്നീ 5 ലക്ഷ്യങ്ങൾ മുൻനിർത്തി 17ഓളം പ്രോജക്റ്റുകളിലൂടെ മസ്കുലർ ഡിസ്ട്രോഫി, സ്പൈനൽ മസ്കുലർ അട്രോഫി ബാധിച്ച വ്യക്തികളുടെ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് ട്രസ്റ്റ് പ്രവർത്തിച്ചു വരുന്നു. കേരള സർക്കാരിന്റെ 2020-2021 ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മികച്ച സംഘടന എന്ന പുരസ്കാരവും 2023 NS ഹേമ സ്മാരക പുരസ്കാരവും മൈൻഡ് ട്രസ്റ്റിന്റെ പ്രവർത്തന മികവിന് ലഭിച്ച അംഗീകാരങ്ങളാണ്. മൈൻഡിന്റെ ഈ 17 പ്രോജക്റ്റുകളിൽ മസ്കുലർ ഡിസ്ട്രോഫി SMA ബാധിച്ച സ്ത്രീകളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ഉന്നമനം ലക്ഷ്യമാക്കി ആരംഭിച്ച പ്രോജക്റ്റാണ് വുമൺ എംപവർമെന്റ് അഥവാ വി. സ്ത്രീ ശാക്തീകരണം. നമ്മൾ ഏറെ കേട്ട് തഴമ്പിച്ച ഈ വാക്കിൽ ഭിന്നശേഷിക്കാരായ സ്ത്രീകളെ ഉൾപ്പെടുത്താൻ എത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം സംശയമാണ്. ഭിന്നശേഷി സമൂഹത്തിന് മൊത്തത്തിൽ സമൂഹം നൽകുന്ന പരിഗണനയിൽ ഏറെ മാറ്റങ്ങൾ ഈ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും അവരിൽ തന്നെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അവ പ്രത്യേകമായി ചർച്ച ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങൾ അധികമുണ്ടായിട്ടുണ്ട്. ചർച്ചകളില്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ പ്രശ്നങ്ങളുടെ തീവ്രത കണ്ടെത്താനായിട്ടുള്ള വാതിലുകളാണ് അടഞ്ഞു പോകുന്നത്. ഈ അവസരത്തിലാണ് മൊബിലിറ്റി ഇൻ ഡിസ്ട്രോഫി മൈൻഡ് ട്രസ്റ്റ് മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്ന വുമൺ എംപവർമെന്റ് വി എന്ന പ്രോജക്റ്റിന്റെ പ്രാധാന്യം. മസ്കുലർ ഡിസ്ട്രോഫി അട്രോഫി ബാധിതരായ സ്ത്രീകളുടെ പ്രശ്നങ്ങളെ വേറിട്ട തലത്തിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കാൻ നടത്തിയ ശ്രമത്തിന്റെ ഫലമാണ് ബി. ആക്സിലറേറ്റ് ആക്ഷൻ എന്നതാണ് ഈ വർഷത്തെ വനിതാ ദിനത്തിന്റെ തീം. സാമൂഹികമായും സാമ്പത്തികമായും കലാപരമായും രാഷ്ട്രീയമായും അങ്ങനെ എല്ലാ തലങ്ങളിലും ലിംഗസമത്വം കൈവരിക്കാനുള്ള പ്രവർത്തനങ്ങളെ വേഗപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യമാക്കുന്നത്. വി പ്രോജക്റ്റും ഞങ്ങളുടെ ഓരോ അംഗങ്ങളും എല്ലായിടങ്ങളിലും സമത്വവും ഉന്നമനവും ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള യാത്ര തുടരുകയാണ്. ഒരിക്കൽ കൂടി ഏവരെയും വനിതാ ദിനാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വി പ്രോജക്റ്റിന്റെ യാത്ര നമ്മളോട് പങ്കുവയ്ക്കുവാനായിട്ട് മൈൻഡ് ട്രസ്റ്റ് കൺവീനറും വി പ്രോജക്ട് കോർഡിനേറ്ററുമായ എമി സെബാസ്റ്റ്യനെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമേ തന്നെ ഏവർക്കും വനിതാ ദിനത്തിന്റെ ആശംസകൾ അറിയിക്കുകയാണ്. ഇന്ന് ഈ വനിതാ ദിനത്തില് നമ്മുടെ കൂടെ നമ്മുടെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് മാറിയിരിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ടതായിട്ടുള്ള വനിതാ മാഗസിന്റെ എഡിറ്റോറിയൽ കോർഡിനേറ്റർ ആയിട്ടുള്ള സീന മാം ആണ്. സീന മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മളുടെ മൈൻഡിന്റെ ഭാഗമായിട്ട് വിമൻ എംപവർമെന്റ് പ്രൊജക്ട് നടത്തുന്ന ഈ ഒരു വനിതാ ദിനത്തിന്റെ ആഘോഷത്തിലേക്ക് മാമിനെ ഗസ്റ്റ് ആയിട്ട് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വിളിച്ചപ്പോൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ്, ആദ്യമായിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്, എന്നാൽ പോലും വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോട് സംസാരിച്ചിട്ടുള്ള മാമാണ് സീന മാം എന്ന് പറയുന്നത്. ഇപ്പോ നമുക്കറിയാം വനിതയുടെ ഒരു ടാഗ് ലൈൻ തന്നെ പറയുന്നത് വനിത എന്ന് പറയുന്നത് വനിതകളുടെ വഴികാട്ടിയാണ് അല്ലെങ്കിൽ സുഹൃത്താണെന്നുള്ളതാണ്. വനിതയുടെ സുഹൃത്തും വഴികാട്ടി എന്നുള്ളതാണ് അവർ ടാഗ് ലൈൻ പറയുന്നത് തന്നെ. അതുപോലെ തന്നെ വനിതയ്ക്ക് നമ്മുടെ സുഹൃത്തായിട്ട് മാറാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു തെളിവ് തന്നെയാണ് ആദ്യമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ മാമിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ആ ഒരു സഹകരണവും വളരെ സുഹൃത്ത് എന്നുള്ള ഒരു രീതിയിൽ എന്നോട് സംസാരിച്ചതും ഒക്കെ. അപ്പൊ മാമിനെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ്. ഇനി വനിതാ മാഗസിൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു മാഗസിനാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ സ്ത്രീകൾക്ക് ഒരു പിടി ഇഷ്ടം കൂടുതലുള്ള ഒരു മാഗസിനാണ് വനിത എന്ന് പറയുന്നത്. ഇപ്പോ യൂട്യൂബും കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു സമയത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻസ്പിറേഷണൽ സ്റ്റോറി ആവട്ടെ, അല്ലെങ്കിൽ ഇപ്പോ ഒരു കുക്കിംഗ് റെസിപ്പി ആവട്ടെ, അതുപോലെ ഒരു ബ്യൂട്ടി ടിപ്സ് ആവട്ടെ, എന്ത് തന്നെയാണെങ്കിലും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അടുത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ അത് ശരിക്കും വനിതയിലൂടെ ആയിരുന്നു. ശരിക്കും കാത്തിരുന്ന് വായിച്ചിട്ടുള്ള ഒരു മാഗസിൻ തന്നെയാണ് വനിത. അപ്പൊ ഈ വനിതാ ദിനത്തില് വനിതയുടെ എഡിറ്റോറിയൽ കോർഡിനേറ്റർ ആയിട്ടുള്ള സീന മാമിനെ തന്നെ കിട്ടിയതിൽ ഏറെ സന്തോഷം അറിയിക്കുകയാണ്. ഇനി ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. വീട് സ്റ്റോറി പറയാന്നുള്ളതാണ് ശരിക്കും എന്റെ ഒരു ദൗത്യം എന്ന് പറയുന്നത്.
അതിനു മുമ്പ് ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ വിയുടെ കോർഡിനേറ്റേഴ്സിൽ ഒരാളാണ്. അതുപോലെ തന്നെ മൈൻഡ് ട്രസ്റ്റിന്റെ കൺവീനർ ആണ്. എന്നോടൊപ്പം തന്നെ വിയുടെ കോർഡിനേറ്റർ ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഷിബിനിത്തയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് വി പ്രൊജക്ടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നത്. ശരിക്കും ഞങ്ങൾ രണ്ടുപേരല്ല, നമ്മുടെ മൈൻഡിലുള്ള എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്ന് സഹകരിക്കുന്നത് കൊണ്ടാണ് വി എന്ന് പറയുന്ന പ്രൊജക്ട് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പൊ വിയുടെ ഒരു സ്റ്റോറി പറയുന്നതിന് മുൻപായിട്ട് ശരിക്കും ഞാൻ എന്റെ ഒരു സ്റ്റോറി പറയണം. അതായത് ഇപ്പോ നിങ്ങൾ ഓരോരുത്തരും കാണുന്ന ഒരു ഞാനുണ്ട്. ഇപ്പൊ മൈൻഡിന്റെ കൺവീനർ ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോ ഓരോ കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റുന്ന, ഓരോരുത്തരോട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പൊ മീറ്റിംഗിൽ ഇരുന്നാണെങ്കിലും സംസാരിക്കുന്ന, അത്തരത്തിലുള്ള ഒരു എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ മൈൻഡിൽ വരുന്നതിന് മുൻപ് ഉള്ള ഒരു ഞാനുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത, അധികം ആരോട് സംസാരിക്കാത്ത. ഇപ്പോ ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, നമ്മളിപ്പോ സ്കൂളിലൊക്കെ പഠിക്കാൻ നേരത്ത് അറ്റൻഡൻസ് എടുക്കുമായിരുന്നല്ലോ. അപ്പൊ അറ്റൻഡൻസ് എടുക്കുന്ന സമയത്ത് എന്റെ പേര് എം ഇ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പേടിച്ച് ഞെട്ടലോടെ ആ ഒരു പേരിനെ കേട്ടോണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അല്ലെങ്കിൽ എല്ലാവരുടെയും കൂട്ടത്തില് എന്റെ സ്വന്തം റോൾ നമ്പർ വിളിച്ച് പറയാൻ പോലും ധൈര്യം ഇല്ലാതിരുന്ന, എന്റെ റോൾ നമ്പർ അടുക്കും തോറും നെഞ്ചിടിപ്പ് കൂടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അങ്ങനെയുള്ള എന്നെയാണ് മൈൻഡ് ട്രസ്റ്റ് ഇന്നിപ്പോ നിങ്ങളുടെ മുൻപിൽ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വളർത്തിയെടുത്തത്. അപ്പോ മൈൻഡിലുള്ള എന്താണ് മൈൻഡ് സ്ത്രീകളെ എങ്ങനെയാണ് പവറുള്ളവരാക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും മികച്ച ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് വിയുടെ സ്റ്റോറിയിലേക്ക് കിടക്കാം. വി എന്ന് പറയുമ്പോൾ ഞാൻ 2018 മൈൻഡിൽ ജോയിൻ ചെയ്യുന്നത്. ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ മൈൻഡിലുള്ള ഓരോ ആളുകളോടും സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് സ്ത്രീകളോട് സംസാരിക്കുമ്പോഴേക്കും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവർ പലരും തന്നെ ഒരു വീട്ടിൽ ഒറ്റപ്പെട്ടിരുന്നു പോയവരാണ്. എന്നാൽ മൈൻഡിൽ ഒരുപാട് സ്ത്രീകളുണ്ട്. പക്ഷെ അവരിൽ വളരെ കുറച്ചു പേര് മാത്രമേ പരസ്പരം കണക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും അവരുടേതായിട്ടുള്ള ഒരു ലോകത്തില് ഒന്ന് അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന തരത്തിലുള്ള ഒരു കാഴ്ചയാണ് എനിക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും എന്ത് ചെയ്യണമെന്നോ എങ്ങനെ ചെയ്യണമെന്നോ ഒരു അറിവില്ലാതിരിക്കുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്താണ് 2020 പ്രജിത്തേട്ടനും കുട്ടേട്ടനും കൂടി ഫോളോ ചെയ്യുന്നത്. നമുക്ക് മൈൻഡിന് വിമൻ എംപവർമെന്റ് വി എന്നുള്ള ഒരു പേരിൽ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അത് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിനക്ക് നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം എന്ത് ചെയ്യണമെന്നോ എങ്ങനെ ഇവരെ കോർഡിനേറ്റ് ചെയ്യണമെന്നോ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ അന്ന് അതിന് യെസ് എന്ന് പറഞ്ഞു. കാരണം എനിക്കറിയായിരുന്നു മൈൻഡ് ഇതിന്റെ പുറകിൽ ഉണ്ടാകുമെന്ന്. എനിക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് മൈൻഡിൽ ഓരോരുത്തരും ഉണ്ടാകുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അന്ന് വി പ്രൊജക്ടിന്റെ കോർഡിനേഷൻ ഏറ്റെടുക്കാം എന്നുള്ള രീതിയിൽ ഞാൻ മുന്നോട്ട് വരുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഷിബിനിത്ത ഗ്രൂപ്പിൽ ജോയിൻ ആവുന്നതും ഞങ്ങൾ ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയതും ഒക്കെ. അപ്പൊ ആദ്യം നമ്മൾ വീൽ ചെയ്ത കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലരും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ അവരെ എല്ലാം ഒന്ന് ചേർത്ത് ഒന്ന് കൂട്ടിച്ചേർക്കാന്നുള്ള ഒരു ദൗത്യമായിരുന്നു ആദ്യം ഞങ്ങൾക്ക് മുൻപിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്തത് വീല് തന്നെ കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ള സ്ത്രീകളെ ഒപ്പം ചേർത്തിട്ട്, ആ സമയത്ത് ഏകദേശം 100-നടുത്ത് സ്ത്രീകളായിരുന്നു നമ്മുടെ വീൽ ഉണ്ടായിരുന്നത്. അപ്പൊ അവർ ഓരോരുത്തരെയും ഇൻഡിവിജ്വലി കോണ്ടാക്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ആദ്യം ചെയ്തത്. അതിനുശേഷം നമ്മൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വി എന്ന പേരിൽ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഓരോരുത്തരുടെയും ഇടയിലുള്ള സൗഹൃദം ആ വി എന്ന് പറഞ്ഞ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോഡുകളും അതുപോലെ മീറ്റിങ്ങുകളും ഒക്കെ ആയിട്ട് അവരുടെ ഇടയിലുള്ള സൗഹൃദം കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അതിലൂടെ എല്ലാ സ്ത്രീകൾക്കും ഒരു സുഹൃത്ത് എന്നുള്ള നിലയിലെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചു. ഇന്നിപ്പോ സുഹൃത്തുക്കളുടെ എണ്ണം ഒരുപാടുണ്ട്. എന്നാൽ പോലും ആദ്യഘട്ടത്തിൽ ഒരു സുഹൃത്തെങ്കിലും ഒരാൾക്ക് ഉണ്ടാവണം എന്നുള്ളതായിരുന്നു നമ്മളുടെ ആദ്യത്തെ എയിം എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീകളുടെ ഇടയിലുള്ള കോൺഫിഡൻസ് കൂട്ടുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നമുക്കൊരു കഴിവുണ്ടെന്ന് നമുക്കൊരു വിശ്വാസം വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. ഇന്ന കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു കഴിവുണ്ട് എന്നുള്ളത് എൻ്റെ ഒരു കോൺഫിഡൻസ് ആണ്, അല്ലെ? അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഓരോ വ്യക്തികളുടെയും കഴിവുകൾ എന്തൊക്കെയാണെന്നുള്ളത് അവരോട് നിരന്തരമായിട്ട് സംസാരിച്ച് മനസ്സിലാക്കി. കുറെ ആളുകൾ വരയ്ക്കുന്നവരുണ്ടായിരുന്നു, കുറെ ആളുകൾക്ക് പഠിപ്പിക്കാൻ ഇഷ്ടമായിരുന്നു, പാടാൻ ഇഷ്ടമായിരുന്നു, ഡാൻസ് ചെയ്യാൻ ഇഷ്ടമായിരുന്നു. അങ്ങനെ പല പല കഴിവുകൾ നമ്മൾ കണ്ടെത്തുകയും അതിനു വേണ്ടുന്ന പ്രോത്സാഹനങ്ങൾ, ഇപ്പൊ വരയ്ക്കുന്നവർക്കാണെങ്കിൽ ഇപ്പൊ എക്സിബിഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് അവരിലേക്ക് എത്തിക്കുകയും അവർ വരയ്ക്കാൻ
കളിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നെ ഡാൻസ് കളിക്കാനായിട്ട് ഇപ്പോൾ നമുക്കറിയാം മസ്കുലർ ഡിസ്ട്രോഫി ഉള്ള ആളുകൾക്ക് ചലന പരിമിതികളുണ്ട്. ശരിക്കും നമുക്ക് ഡാൻസ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ പോലും നമ്മളുടെ പറ്റുന്ന രീതിയിൽ വീട്ടിൽ ഇരുന്നിട്ടാണെങ്കിലും, സിറ്റിംഗ് ഡാൻസ് ആണ് നമ്മൾ ചെയ്തത്, ഇരുന്നിട്ടാണെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മൂവ്മെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാനായിട്ട് പറ്റി. അതുപോലെ പാടുന്നവർക്കാണെങ്കിലും നിരവധി അവസരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളുടെ പ്രോഗ്രാംസിൽ തന്നെ കൊടുക്കാനായിട്ട് പറ്റി. അപ്പോൾ അത്തരത്തില് നമുക്ക് ഇവരുടെ ഓരോരുത്തരുടെയും കോൺഫിഡൻസ് ലെവല് കൂട്ടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ സമയത്ത് തന്നെ നമ്മൾ ചെയ്ത മറ്റൊരു കാര്യമാണ്, ഇതിൽ പല ആളുകളുടെയും പഠനം പകുതിയിൽ വെച്ചിട്ട് മുടങ്ങിപ്പോയവരുണ്ട്. അതായത് ഇപ്പൊ നമുക്കറിയാം നമ്മളുടെ ചുറ്റും ആക്സസിബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്കൂളിലേക്ക് പോകാൻ പറ്റാത്തതും ഒക്കെ കാരണങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് പഠനം പകുതി വെച്ച് ഉപേക്ഷിച്ചു പോയിട്ടുള്ള കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അവരോട് സംസാരിച്ചിട്ട് അവരിൽ പഠിക്കാൻ താല്പര്യമുള്ളവരെ വീണ്ടും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വേണ്ടുന്ന കോൺഫിഡൻസും കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു. അങ്ങനെ 25ഓളം സ്ത്രീകള് നമ്മുടെ വിയിൽ നിന്ന് വീണ്ടും പഠനം പുനരാരംഭിച്ചിട്ടുണ്ട്. അത് നമ്മുടെ മൈൻഡിന്റെ തന്നെ വിദ്യാഭ്യാസ പ്രൊജക്ട് ആയിട്ടുള്ള പ്രേരണയുടെ സഹായത്തോടു കൂടിയാണ് അവർ ഇപ്പോ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്, പല ആളുകളും വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ്. അവർക്ക് ജോലി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. കുറച്ച് ആളുകൾക്കൊക്കെ ഡിഗ്രി ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും സ്വന്തമായിട്ട് ഒരു വരുമാന മാർഗത്തിലേക്ക് എത്താൻ പറ്റാത്തവരായിരുന്നു കൂടുതൽ ആളുകളും. അപ്പൊ അത്തരത്തിലുള്ളവർക്ക് വരുമാനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇപ്പോ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിൽ അവരെ പല ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ ജോലിയെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർക്കൊരു ഭയമായിരുന്നു. കാരണം പലരും വീടിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ടും മറ്റവരായിട്ട് സംസാരിക്കുന്നത് കൊണ്ടും ഒക്കെ അവർക്ക് പുറത്തിറങ്ങിയിട്ട് ജോലി ചെയ്യാൻ പറ്റുമെന്നോ, അല്ലെങ്കിൽ ഇപ്പൊ വീട്ടിലിരുന്നിട്ടാണെങ്കിൽ പോലും പരിചയമില്ലാത്ത ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ അവർക്ക് നല്ല ആശങ്കകൾ ഉണ്ടായിരുന്നു. അപ്പൊ അവരോട് നിരന്തരമായിട്ട് സംസാരിച്ച് അവർക്ക് വേണ്ടുന്ന കോൺഫിഡൻസുകൾ കൊടുത്ത് അവരെ നമ്മൾ ഏകദേശം ചെയ്യുന്ന സമയത്ത് ഒരു 12% ആളുകളായിരുന്നു ജോലിയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നിപ്പോ ഒരു 4 വർഷവും 3 മാസവും കഴിയുന്നു എന്ന് പറയുന്ന പ്രോജക്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പൊ ആ ഒരു സമയത്ത് 50%-ലധികം സ്ത്രീകൾക്ക് ജോലി ലഭിക്കുവാൻ വേണ്ടിയിട്ട് വിക്ക് ഒരു പിന്തുണ നൽകുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തതും ഇങ്ങനെ സ്ത്രീകളെ ഇൻഡിപെൻഡന്റ് ആക്കുക എന്നുള്ള ഒരു കാര്യത്തിലായിരുന്നു. അപ്പൊ അതിന് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അതിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും നൽകിയത് നൈപുണ്യ പ്രൊജക്ട് ആണ്, മൈൻഡിന്റെ തന്നെ നൈപുണ്യ പ്രൊജക്ട് ആണ്. ഇന്നിപ്പോ വിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ മൾട്ടിനാഷണൽ കമ്പനീസിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, വീട്ടിലിരുന്ന് ട്യൂഷൻ എടുക്കുന്നവരുണ്ട്, കേക്ക് ഉണ്ടാക്കുന്നവരുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള ജോലി എന്തുമാവട്ടെ, പക്ഷെ സ്വന്തമായിട്ട് ഒരു വരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്നുള്ള ഒരു കാര്യം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏവർക്കും സാധിച്ചിട്ടുണ്ട്. അത് വിയുടെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, കുറെ ആളുകൾക്ക് ഇപ്പൊ വീട്ടിലിരിക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ, ഇപ്പോ ചെറിയൊരു വിഷമങ്ങള്, സങ്കടങ്ങള്, അല്ലെങ്കിൽ ചില ആളുകൾ ഡിപ്രഷൻ എന്നുള്ള ഒരു രീതിയിലേക്കൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു ധീര എന്ന് പറയുന്നത്. ധീര എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഡോക്ടേഴ്സിന്റെ സെഷൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൗൺസിലിംഗ് ആവശ്യമായിട്ടുള്ള ആളുകൾക്ക് കൗൺസിലിംഗ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നു അല്ലെങ്കിൽ ഒന്ന് ഡൗൺ ആയി പോകുന്നു എന്ന് തോന്നുന്ന ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയിരുന്നു ധീര എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജ്വാല എന്ന് പറയുന്ന പ്രൊജക്റ്റും നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ജ്വാല എന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീകൾ, ഇപ്പൊ ഭിന്നശേഷിക്കാരായിട്ടുള്ള സ്ത്രീകളാവട്ടെ, അല്ലെങ്കിൽ സ്ത്രീകൾ പൊതുവെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് അവർക്ക് നിയമപരമായിട്ടുള്ള അറിവില്ല എന്നുള്ളത്. പല ആളുകൾക്കും നമ്മുടെ അവകാശങ്ങൾ എന്താണ്, അതെങ്ങനെ നേടിയെടുക്കാം എന്നതിനെ കുറിച്ചൊന്നും കറക്റ്റ് ആയിട്ടുള്ള ഒരു അറിവ് ഇല്ലാത്തതായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങിയ പ്രോഗ്രാമാണ് ജ്വാല എന്ന് പറയുന്നത്. അപ്പൊ ജ്വാലയിലൂടെ നമ്മൾ അഡ്വക്കേറ്റിന്റെ സെഷൻസ് വെക്കുകയും അതിലൂടെ നമുക്ക് ഉള്ള അവകാശങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ ബോധ്യപ്പെടുകയും അതിനുവേണ്ടി ആ അവകാശങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ടും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും വീലുള്ള ഒരു 70% ആളുകളും സ്ത്രീകളും നമ്മളോട് ചേർന്ന് നിന്ന് ഈ ആക്ടിവിറ്റീസിലെല്ലാം പങ്കെടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഒരു 30% ആളുകളെങ്കിലും മാറി നിൽക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തിയിട്ട് അവരെ കൂടി ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടെ നമ്മൾ കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമാണ് ടാലന്റിയ എന്ന് പറയുന്നത്. ടാലന്റിയ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ 2 വർഷങ്ങളായിട്ട് നടത്തിയിട്ടുണ്ട്. ടാലന്റിയ 2022-ലും 2024-ലും നടത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 70-നടുത്ത് സ്ത്രീകൾ ടാലന്റിയ എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുണ്ട്.
അതിലൂടെ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ 70ഓളം സ്ത്രീകളെ 4 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ട് അവർക്ക് ഡെയിലി ഓരോ ടാസ്കുകൾ കൊടുക്കും. അതിപ്പോ അവർക്ക് അറിവുണ്ടാവുന്നതാവട്ടെ, അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതാവട്ടെ, അങ്ങനെ എന്താണെങ്കിലും ഓരോ ദിവസവും ഓരോ ടാസ്ക് കൊടുക്കും. അതും ടീമായിട്ടാണ് ചെയ്യുന്നത്. ടീമായിട്ട് ചെയ്യുമ്പോഴേക്കും ഇപ്പോൾ ഒരാൾക്ക് താല്പര്യം ഇല്ല ചെയ്യാനെങ്കിൽ പോലും എന്റെ ടീമിന്റെ മാർക്ക് കുറയരുത് എന്നുള്ള ഒരു ടീം സ്പിരിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും അതിൽ പങ്കെടുക്കാനായിട്ടും അതുവഴി ഈ മാറി നിന്ന ആ ഒരു 30% ആളുകളിലേക്കും മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ടും വിക്ക് സാധിച്ചു. അതും വളരെ അഭിമാനപൂർവ്വം തന്നെ ഞാൻ പറയാണ്. കാരണം ഇത്ര, അതായത് വിയിൽ നിന്ന് മാറി നിന്ന ഇത്രയും നമ്മൾ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ട് പോലും അതിനോട് ഒരു എന്തോ ഭയം കൊണ്ടോ മറ്റോ മാറി നിന്നിരുന്നവരെ കൂടെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടാലന്റിയ പ്രോഗ്രാമിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോ ഏറ്റവും അടുത്തായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഡിജിറ്റൽ ലിറ്ററസി എന്ന് പറയുന്നത്. ഇപ്പോ നമുക്കറിയാം, ഇപ്പോ ഒരു 40 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളൊക്കെ ആണെങ്കിൽ പലപ്പോഴും ഈ ഫോണും അല്ലെങ്കിൽ ആപ്സും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ സോഷ്യലി ആക്റ്റീവായിട്ട് നിൽക്കുന്ന അത്തരം സ്ത്രീകളിൽ പോലും ഈ ഫോൺ ഉപയോഗിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പേടിയും കാര്യങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഭിന്നശേഷിക്കാരായിട്ട് വീടിന്റെ ഉള്ളിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള അറിവുകൾ കിട്ടുന്നത് വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ നോട്ട് ചെയ്തിട്ട് ഡിജിറ്റൽ ലിറ്ററസിയുടെ ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കാൻ തുടങ്ങി. ഓരോ വീഡിയോസ്, ഇപ്പോൾ ഒരു ആപ്പ് യൂസ് ചെയ്യേണ്ട എങ്ങനെ, ഇപ്പൊ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാൻ അറിയാത്തവർ മുതൽ ഓൺലൈനായിട്ട് എങ്ങനെ ഡോക്ടറെ കാണാൻ പോവാമെന്ന് അറിയാത്ത ആളുകൾ വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഏറ്റവും ചെറുതും എന്നാൽ വലുതുമായിട്ടുള്ള കാര്യങ്ങൾ ഡിജിറ്റൽ ലിറ്ററസിയിലൂടെ നമുക്ക് ഇവരുടെ ഉള്ളിലേക്ക് എത്തിക്കാനായിട്ടും അതിലൂടെ അവർക്ക് കോൺഫിഡൻസ് കൂട്ടാനായിട്ടും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവില് നമ്മളിപ്പോ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കുടുംബശ്രീ ആയിട്ട് ചേർന്നിട്ട് ഒരു മീറ്റിംഗ് നടത്തിയത്. ഇപ്പൊ വിയില് 150-ലധികം സ്ത്രീകളുണ്ട്. അതില് കുടുംബശ്രീയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന സ്ത്രീകൾ എത്രയെന്നുള്ളത് അന്വേഷിച്ചപ്പോഴേക്കും നമുക്കറിയാൻ പറ്റിയത് ആകെ 10 പേരാണ് കുടുംബശ്രീയുടെ ഭാഗമായിട്ട് ഇന്ന് നിലവിലുള്ളത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ കുടുംബശ്രീയുടെ ഭാഗമാവാൻ പറ്റാത്തത്, അല്ലെങ്കിൽ സോഷ്യലി ഇടപെടാൻ പറ്റാത്തത് എന്നുള്ള അന്വേഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുടുംബശ്രീയുടെ സ്റ്റേറ്റ് ലെവലിലുള്ള കോർഡിനേറ്റേഴ്സ് ആയിട്ട് നമ്മൾ സംസാരിച്ചു. അപ്പൊ അതിന്റെ ഫലമായിട്ട് കോർഡിനേറ്റേഴ്സ് നമുക്കൊരു വാഗ്ദാനം തന്നിട്ടുണ്ട്. അതായത് അവരൊരു ക്യാമ്പയിൻ ചെയ്യാൻ പോകുന്നുണ്ട്. ഭിന്നശേഷിക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്. ആ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഓരോരുത്തരുടെയും, ഓരോ ഭിന്നശേഷിക്കാരുടെയും വീടുകളിൽ ചെന്ന് അവരോട് സംസാരിച്ച് അവർക്ക് കുടുംബശ്രീയിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെ കൂടി ഉൾപ്പെടുത്തിയിട്ട് കുടുംബശ്രീ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവര് മാക്സിമം കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. അതും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം തന്നെയാണ്. കാരണം പലപ്പോഴും പലയിടത്തും മാറ്റി നിർത്തപ്പെടുന്നവരാണ് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത്. അപ്പൊ അവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും അഭിമാനത്തോടെ നോക്കിക്കാണാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് വീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇപ്പൊ വളരെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഒരുമിച്ച് നിന്ന് ചെയ്തിരിക്കുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പൊ ഭാവിയിലേക്കുള്ള പ്രവർത്തനങ്ങളിൽ നമ്മളെല്ലാവരും ഇതുപോലെ തന്നെ ഒരുമിച്ച് നിന്ന് പോകാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പൊ ഇവിടെ സീന മാം ഉണ്ട്. മാമിനോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോ നമ്മുടെ വി എന്ന് പറയുന്ന പ്രൊജക്ട് നമ്മുടെ മൈൻഡിലെ സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ മൈൻഡ് മുഴുവനായിട്ടും നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു സംഘടന നമുക്ക് ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയത്. പക്ഷേ മൈൻഡിന് പുറത്ത് ഒരുപാട് ഭിന്നശേഷിക്കാരായിട്ടുള്ള സ്ത്രീകളുണ്ട്, അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരുണ്ട്. അവരെയൊക്കെ ചേർത്ത് പിടിക്കാനായിട്ട് ശരിക്കും ആരുമില്ല. അവർക്ക് ഒരു കരം കിട്ടുവാണെങ്കിൽ ഒരുപക്ഷെ അവർക്ക് മുന്നോട്ട് ഇതുപോലെ തന്നെ വരാൻ പറ്റും. അപ്പോൾ വനിത പോലെയുള്ള ഇത്രയും പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക്, അതായത് പ്രത്യേകിച്ച് മാമിനൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഒരു കരമാവാനായിട്ട്, ഒന്ന് ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു കരമായിട്ട് മാറാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഏർപ്പെടാൻ പറ്റട്ടെ എന്നുകൂടെ ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു എമി. ശരിക്കും വീട് യാത്ര എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ കേട്ടോണ്ടിരുന്ന ഞാൻ അടക്കമുള്ള വീട് ഭാഗമായിട്ടുള്ള ഓരോരുത്തർക്കും സ്വയം ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുള്ള അവനവന്റെ ഒരു കഥയും കൂടി അതിലൂടെ ഓർത്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. വീട് പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തി തന്നതിൽ ഒരിക്കൽ കൂടി നന്ദി. സ്ത്രീ സമത്വം എന്നത് നമ്മൾ നാളുകളായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ്. അതിലേക്ക് പൂർണ്ണമായും എത്തിപ്പെടാൻ നമ്മുടെ പൊതുസമൂഹത്തിന് പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ മൈൻഡ് ട്രസ്റ്റ് അതിന്റെ പ്രവർത്തനങ്ങളിൽ സ്ത്രീ പുരുഷന്മാരുടെ തുല്യ പങ്കാളിത്തവും നേതൃത്വവും ഉറപ്പാക്കിക്കൊണ്ട് ഈ നേട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് ചെറിയൊരു വീഡിയോ പ്രസന്റേഷൻ കാണാം. പരിമിതികൾ മാത്രമാണ് ചുറ്റുമെന്ന് പറഞ്ഞു പഠിപ്പിച്ച സമൂഹം, ജയിക്കാൻ മാർഗങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞ് തളർത്താൻ ശ്രമിക്കുന്ന രോഗം. പക്ഷേ
തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സിലെന്ന് മറുപടി പറഞ്ഞു ഒരു കൂട്ടം പെണ്ണുങ്ങൾ. ഈ വനിതാ ദിനത്തിൽ മൈൻഡ് ട്രസ്റ്റിന് പരിചയപ്പെടുത്താനുള്ളത് ഇവരെയാണ്, മൈൻഡിൻ്റെ സ്വന്തം പെൺകരുത്ത്. വിമൻ എംപവർമെൻറ്റ് അഥവാ വി എന്ന മൈൻഡ് ട്രസ്റ്റിൻ്റെ ഏറ്റവും മികച്ച പദ്ധതികളിലൊന്നിലൂടെ സ്വയം പര്യാപ്തതയുടെ ആകാശം തൊട്ടവരാണ് ഇവർ. സമൂഹം പറഞ്ഞ പരിമിതികളുടെ വരമ്പുകൾ ആത്മവിശ്വാസം കൊണ്ട് കടന്നവർ. മുടങ്ങിയ പഠനം പുനരാരംഭിക്കാൻ, പുതിയ തൊഴിൽ പഠിക്കാൻ, മുൻനിരകളിലേക്ക് വരാൻ, സംസാരിക്കാൻ, നേതൃത്വം ഏറ്റെടുക്കാൻ, തൻ്റെ തന്നെ ഏറ്റവും മികച്ച വകഭേദമായി മാറാൻ വിയുടെ കൈപിടിച്ചു നടന്നു തുടങ്ങിയവർ. അതെ, മാറ്റത്തിൻ്റെ മാതൃകകളാണ് ഇന്നിവർ. ഒതുക്കി നിർത്തലുകൾ തകർത്തെറിഞ്ഞ് ഇവരിന്ന് പറക്കുമ്പോൾ അഭിമാനത്തോടെ അത് നോക്കിക്കാണാൻ വി പദ്ധതിയും മൈൻഡ് ട്രസ്റ്റും കൂടെയുണ്ട്. ഇവർ തൊടുന്നത് ആകാശമാണെങ്കിൽ ആ ചിറകുകൾ നീട്ടിയത് വി അല്ലാതെ മറ്റാരാണ്? ആത്മവിശ്വാസം കൊണ്ട് ആകാശം കീഴടക്കിയ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാ വനിതകൾക്കും ഹൃദയം നിറഞ്ഞ വനിതാ ദിനാശംസകൾ. തീർച്ചയായും നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഈ ഓരോ കാഴ്ചകളും നമുക്ക് പ്രചോദനം തന്നെയാണ്. നമ്മുടെ കൺവീനർ തുടക്കത്തിൽ പറഞ്ഞൊരു വാചകമുണ്ട്, വനിതകളുടെ സുഹൃത്തും വഴികാട്ടിയും. ഈ ഒരു വാചകം ഈ കൂട്ടത്തിൽ ഒട്ടുമിക്ക ആളുകളും കേട്ടിട്ടുള്ളതാണ് എന്നെനിക്ക് ഉറപ്പാണ്. നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും വിനോദത്തിനും വിജ്ഞാനത്തിനും സാമൂഹിക പ്രാധാന്യമുള്ളതുമായ ഒട്ടേറെ ആശയങ്ങളെ, വിഷയങ്ങളെ വളരെ മനോഹരമായി നമുക്ക് മുന്നിൽ എത്തിച്ചുകൊണ്ട് കഴിഞ്ഞ 50 വർഷക്കാലമായി നമ്മുടെ വീടുകളിൽ വനിതാ മാഗസിൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ വനിതാ ദിനത്തിൽ വിശേഷങ്ങൾ പറയാനും അല്പസമയം നമ്മളോടൊപ്പം ചെലവഴിക്കാനും വനിതാ മാഗസിൻ എഡിറ്റോറിയൽ കോർഡിനേറ്റർ മിസസ് സീന ടോണി ജോസ് ആണ് നമ്മോടൊപ്പം ഉള്ളത്. ഏറെ സ്നേഹത്തോടെ സീന മാമിനെ സ്വാഗതം ചെയ്യുന്നു. ഹലോ, ഗുഡ് ഈവനിങ്. എനിക്ക് ഈ ഒരു നിങ്ങളോടൊപ്പം ഈ ഒരു വൈകുന്നേരം ഇങ്ങനെ ചെലവഴിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ശരിക്കും പറഞ്ഞ വനിതയെ സംബന്ധിച്ചും വളരെ സന്തോഷമുള്ള ഒരു ടൈമാണിപ്പോ. ഞങ്ങളിപ്പോ വനിതയുടെ 50th ഇയർ ആഘോഷിക്കുകയാണ്. വനിത ജനിച്ചിട്ട് 50 വർഷമായി. അപ്പോ ഈ മാർച്ചിലാണ് വനിതാ ദിനത്തിന്റെ ഒരു 1975 വനിതാ ദിനത്തിലാണ് വനിത പുറത്തിറങ്ങുന്നത്. അപ്പോ ഈ സമയത്ത് ഈ 50 വർഷം പൂർത്തിയാക്കുമ്പോൾ അത് നിങ്ങളോടൊപ്പം ആയിരിക്കുന്ന എനിക്ക് വളരെ സന്തോഷമുണ്ട്. വനിതയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങള് കുറെ അതിന്റെ ഭാഗമായി ഒരുപാട് വായനക്കാര് നമ്മളോട് സംസാരിക്കുകയും ആശംസ നേടുകയൊക്കെ ചെയ്തിരുന്നു. നിങ്ങൾക്കറിയാം, സുമിയും അതിന്റെ ഒരു ഭാഗമായിരുന്നു, സംസാരിച്ചിരുന്നു. അതൊക്കെ എല്ലാവരും വലിയ കാര്യമായിട്ടും സന്തോഷമായിട്ടും എടുക്കുന്ന ഒരു സംഗതിയാണ് അതൊക്കെ. പിന്നെയുള്ളത് എന്താന്ന് വെച്ചാൽ, ഇപ്പോ വനിത എല്ലാ കാലത്തും എനിക്ക് തോന്നുന്നത്, ഞാനൊക്കെ വരുന്നതിന് വളരെ മുമ്പ്, ഞാനിപ്പോ 25 വർഷമേ ആയിട്ടുള്ളൂ വനിതയുടെ ഭാഗമായിട്ട്. അതിനും ഒരു 25 വർഷം വനിത തുടങ്ങിയതും ഇവിടെ മലയാളി സ്ത്രീകളുടെ ഹൃദയത്തിന്റെ ഭാഗമായി ഇരുന്നതുമായ ഒരു സമയമുണ്ട്. അപ്പോ ആ ഒരു എല്ലാ കാലത്തും വനിത എപ്പോഴും സമൂഹത്തിൽ എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുന്ന സ്ത്രീകൾക്കൊപ്പം നിന്നിട്ടുണ്ട് എല്ലാ കാലത്തും. ഈ പ്രതിസന്ധി തളരാതെ എന്നുള്ളൊരു കോളം തന്നെ വനിതയിൽ തുടങ്ങിയിട്ട് ഇപ്പോ ഞാൻ വരുന്നതിനും വർഷങ്ങൾക്ക് മുമ്പുള്ള കോളം ഇത്രയും വർഷങ്ങളായിട്ടും അത് നിലനിൽക്കുന്നുണ്ട്. അപ്പം അതിലൂടെ ഒരുപാട് സ്ത്രീകൾ പലതരം ബുദ്ധിമുട്ടുകൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ, അതല്ലാതെ മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന ഒരുപാട് സ്ത്രീകൾ അതിലൂടെ വരികയും അവരുടെ പ്രശ്നങ്ങൾ എങ്ങനെ മറികടന്നു എന്ന് അതിലൂടെ പറയുകയും അത് ഒരുപാട് പേർക്ക് പ്രചോദനമാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സുമി തന്നെ പറഞ്ഞു, പ്രതിസന്ധിയിൽ തളരാതെ എന്ന കോളത്തിൽ കണ്ട ഒരു സ്റ്റോറി, മസ്കുലർ ഡിസ്ട്രോഫി എന്ന അസുഖമുള്ള ഒരു ആളിന്റെ അവരുടെ ഒരു അതിൽ നിന്ന് അവരെങ്ങനെ അതിജീവിച്ചു എന്ന് പറയുന്ന അവരുടെ അതിജീവനത്തിന്റെ ഒരു കഥ ഇതിലൂടെ കണ്ടതാണ്. സുമിയെ പോലും ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് എല്ലാ കാലത്തും അങ്ങനെ ഒരു മാറ്റത്തിന്റെ ഒക്കെ ഭാഗമായിട്ടെന്നും നിന്നിട്ടുള്ളതാണ്. അപ്പോ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാവരും ഒരിക്കലും നിങ്ങൾക്ക് നമ്മുടെ പേശികളെ മാത്രമല്ലേ ഒരു രോഗത്തിന് തളർത്താൻ കഴിയുള്ളൂ, നമ്മുടെ മനസ്സിനെ തളർത്താൻ കഴിയില്ല. എന്തുകൊണ്ടാലും മനസ്സ് തളരണമെങ്കിൽ നമ്മൾ തന്നെ തീരുമാനിക്കും. ഞാൻ തളർന്നു എന്ന് തീരുമാനിക്കുന്നതോടെ നമ്മൾ തളർന്നോളും. അപ്പോ ഞാൻ എന്ത് വന്നാലും തളരില്ല എന്ന് തീരുമാനിക്കുന്നിടത്ത് നമുക്ക് മുന്നോട്ട് നന്നായി മുന്നോട്ട് പോകാൻ കഴിയും.
നമുക്ക് നമ്മുടെ കഴിവുകളെ കണ്ടെത്തി, സുമി പറഞ്ഞു നേരത്തെ, നമ്മുടെ കഴിവുകളെ കണ്ടെത്തി അതിനെ വളർത്തി നർച്ചർ ചെയ്തെടുത്ത് ഒരു വലിയ മരമാക്കി, നമ്മളൊരു ചെടിയെ എങ്ങനെ ഒരു വിത്ത് കണ്ടെത്തി അതിനെ ഒരു ചെടിയെ പോലെ വളർത്തി അത് ആ ചെടി വളർന്നു വരുന്നത് നമ്മൾ കണ്ടു നിൽക്കുന്ന പോലെ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കി നമ്മുടെ കഴിവുകളെ കണ്ടെത്തി അതിനെ വളർത്തിയെടുത്ത് ഒരു വലിയ മരമാക്കി മാറിയാൽ ആ മരം നമുക്ക് തണലായി മാറും, ഉറപ്പായും. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പൊ നമ്മൾ എല്ലാത്തരം തളർച്ചകളും മാറ്റി വെക്കുക, നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക, നമ്മുടെ ഉള്ളിൽ എന്താണുള്ളതെന്ന് കണ്ടെത്തുക, അതിനെ വളർത്തിയെടുക്കുക. പിന്നെയുള്ള ജീവിതത്തിന് നമുക്കതിന് തണലായി മാറും. എനിക്ക് പറയാൻ മറ്റൊന്നും കൂടി ഉണ്ട്. നിങ്ങളുടെ ഇപ്പോ ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ എനിക്ക് സുമി അയച്ചു തന്നിരുന്നു, ഞാനതെല്ലാം നേരത്തെ കണ്ടിരുന്നു. അപ്പം അതിനകത്ത് പറയുന്നുണ്ട് ഈ രോഗമുള്ള ആളുകളുടെ അമ്മമാര്, കുട്ടികളുടെയൊക്കെ അമ്മമാർക്കും വേണ്ടിയിട്ടും പരിശീലന പരിപാടികളും കേക്ക് നിർമ്മാണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു എന്ന് പറയുന്നു. ആ ഒരു ഇത് കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് എന്നെ അവിടെ കാണാൻ കഴിയും. കാരണം ഒരു കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ഇതേ ഒരു അവസ്ഥയിൽ കൂടെയൊക്കെ കടന്നുപോയിരുന്നു. ഞാനും നിങ്ങളുടെയൊക്കെ അമ്മമാരെ പോലെ അവരുടെ മനസ്സിൽ കൂടെയൊക്കെ എന്തൊക്കെ ചിന്തകളായിരിക്കും പോവാന്ന് എനിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. കാരണം എന്റെ മകള് എനിക്ക് എനിക്ക് ആദ്യം ഉണ്ടായ മോള് ഇതുപോലെ ശാരീരികമായി ചില പ്രശ്നങ്ങളോടെയാണ് അവള് ജനിച്ചത്. അത് മൈലോ മൈലോമീസിസ് എന്നായിരുന്നു തോന്നുന്നു ആ രോഗത്തിന്റെ പേര്. കൃത്യമായിട്ട് എനിക്ക് ആ വേർഡ് വരുന്നില്ല. ആ ഒരു പ്രശ്നം നട്ടലിനുണ്ടാകുന്ന ഒരു അപാകതയാണ്. അതേ പ്രശ്നത്തോടെയാണ് അവൾ ജനിച്ചത്. അങ്ങനെയുള്ള ഒരു കുഞ്ഞിന് ഒരിക്കലും എണീറ്റിരിക്കാനോ അവളുടെ കാര്യങ്ങൾ സ്വയം ചെയ്യാനോ ഒന്നും കഴിയില്ല. അങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആലോചിക്കാമല്ലോ ഒരു അമ്മയുടെ മനസ്സിൽ കൂടെ എന്തൊക്കെ ചിന്തകൾ കടന്നു പോകുന്നു. അതേ ചിന്തകളിലൂടെ ഞാനും കടന്നു പോയിട്ടുണ്ട്. എന്റെ കല്യാണം കഴിച്ചിട്ട് 1 വർഷം 2 വർഷം കഴിഞ്ഞപ്പോഴേക്കുണ്ടായ കുഞ്ഞാണ്. അപ്പൊ എനിക്ക് അത്ര പ്രായമുള്ളൂ, എനിക്ക് അത്രേ പക്വതയുള്ളൂ. അപ്പോൾ ഞാൻ ആ കുഞ്ഞിനെ കുറിച്ച് എത്രമാത്രം ആലോചിക്കുകയും വിഷമിക്കുകയും വന്ന് ചെയ്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുമായിരിക്കും. പക്ഷെ നിങ്ങളുടെ അമ്മമാർക്ക് മനസ്സിലാക്കാൻ കഴിയും. എനിക്ക് എന്തെങ്കിലും പറ്റിയ എന്റെ കുഞ്ഞിനെ ആര് നോക്കും, അവർക്ക് എന്ത് സംഭവിക്കും, മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കും, അങ്ങനെയൊക്കെ കരുതി ഒരുപാട് സങ്കടപ്പെടുകയും വിഷമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവൾ അധികാലം ജീവിച്ചിരുന്നില്ല. അവള് ഈ ലോകം വിട്ട് പോവുകയാണ് ഉണ്ടായത്. അപ്പോ ഇത്തരം അനുഭവം എനിക്കത് കൃത്യമായി മനസ്സിലാവും. നിങ്ങളുടെ അമ്മമാരുടെ ചിന്തകൾ എന്താണ്, അവരെ കൂടി പ്രചോദിപ്പിക്കാനുള്ള ആക്ടിവിറ്റീസ് വീട് ഭാഗമായിട്ടുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷം നൽകുന്നുണ്ട്. കാരണം അമ്മമാരുടെ മനസ്സെനിക്ക് കൃത്യമായി കാണാൻ കഴിയും. അന്നത്തെ കാലം അതായിരുന്നു. 25 വർഷം മുമ്പാണ്, 25 വർഷം മുമ്പ് അന്ന് ലോകം ഇത്രയൊന്നും പുരോഗമിച്ചിട്ടില്ല. എല്ലാവരുടെയും കൈകളിൽ ഫോണില്ല, ആർക്കും കമ്പ്യൂട്ടർ ഇല്ല. അത്തരമൊക്കെ അത്രയും പഴയൊരു കാലം. ഒരാൾക്ക് ലോകവുമായിട്ട് കണക്ട് ചെയ്യാൻ ഒന്നുമില്ല. അങ്ങനെ ഒരു കാലമാണ്. ഒരു കുഞ്ഞിന് വയ്യാത്തൊരു കുഞ്ഞുണ്ടെങ്കിൽ അവൾ വീടിനുള്ളിൽ തന്നെയായിരിക്കും, അവൾക്ക് പുറം ലോകവുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവുന്നില്ല. ഇപ്പൊ അതൊന്നും അല്ല കാലം ഒരുപാട് മാറി, ഭയങ്കര വേഗത്തിൽ കാലം മാറി. ഇപ്പോ നമുക്ക് കണക്ട് ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട്. ഡിജിറ്റലായിട്ടും പുരോഗമിച്ചു. അപ്പോ നിങ്ങൾക്ക് ചെയ്യാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അതിനുള്ള ലിങ്കുകൾ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ കഴിയും. അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് എവിടെ ഇരുന്ന് വളർത്തിയെടുക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഉള്ള എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. കൃഷ്ണകുമാറിനെ എനിക്ക് അറിയാം നന്നായി. കൃഷ്ണകുമാറും ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരാളാണ്. കൃഷ്ണകുമാർ വഴിയാണ് ഞാൻ വിയെ പരിചയപ്പെടുന്നത് പോലും. അപ്പം കൃഷ്ണകുമാറിനെ എനിക്ക് ശരിക്കും ഒരു പോരാളിയായിട്ടാണ് തോന്നുന്നത്. യുദ്ധം ചെയ്യുന്ന ഒരു പോരാളിയെ പോലെ തോന്നുന്നു. ഒരിക്കലും മടുക്കാത്ത ഒരു പോരാളിയാണ്. എന്തൊരു പോരാട്ട വീര്യമാണ് മനുഷ്യന് ഞാൻ എപ്പോഴും ആലോചിക്കും. ചെയ്യാൻ കഴിയുന്നതിന്റെ മാക്സിമം ഒരു മടിയുമില്ലാതെ പുള്ളി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഒരാളെയൊക്കെ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അങ്ങനെ എനിക്കറിയാം നിങ്ങളിലെല്ലാം ഉണ്ട് ആ പോരാട്ട വീര്യം കൊണ്ട്. നമുക്ക് പോരാടി നമുക്ക് ജയിക്കാനും കഴിയും. അപ്പോൾ നിങ്ങൾക്കുള്ള എല്ലാ ആശംസകളും ഞാൻ നേരുകയാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം കണ്ടിരുന്നു. ഡാൻസ് വീഡിയോ ഉണ്ട്, പിന്നെ ഷോർട്ട് ഫിലിം ചെയ്തത്, ഫാഷൻ ഷോസ്, എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്കിനി ചെയ്യാൻ കഴിയും. ഇനിയും നമുക്ക് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കാം. നമ്മുടെ ഉള്ളിൽ ഇനി എന്തൊക്കെയാണുള്ളത് അതെല്ലാം കണ്ടുപിടിക്കുക, അതിലൂടെ ഒക്കെ മുന്നോട്ട് പോവുക. എല്ലാത്തിനും എല്ലാ രീതിയിലും വിജയിക്കുന്നതിനുള്ള ആശംസകളെല്ലാം നേരുന്നു.
അനന്യ എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ ഒരു സ്റ്റോറിയാണ് ഈ പ്രാവശ്യം വനിതയില്, ഏറ്റവും പുതിയ വനിതയില് പ്രതിസന്ധിയിൽ തളരാതെ എന്നുള്ള കോളത്തിനകത്തുള്ളത്. ആ കുട്ടിക്ക് സംസാരിക്കാൻ കഴിയില്ല, പക്ഷെ ആ കുട്ടി അതിമനോഹരമായി പാടും. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ആ കുട്ടിയുടെ സ്റ്റോറി. തോന്നുന്നു വീഡിയോസും ഒക്കെ കുറെ വന്നിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രി കൂടെ സംസാരിക്കുന്നത്, ചിത്ര ചേച്ചി അഭിനന്ദിക്കുന്ന, അങ്ങനെയൊക്കെ. ആ കുട്ടിക്ക് സംസാരിക്കാൻ കഴിയാത്ത ഒരു കുട്ടിക്ക് പാടാൻ കഴിയുന്നു, അതിമനോഹരമായി പാടാൻ കഴിയുന്നു. അതുപോലെ നമ്മുടെ ഇല്ലായ്മകളെയും കഴിവില്ല, നമുക്ക് നമ്മുടെ പട്ടായികളെ അല്ല, നമുക്ക് എന്ത് പറ്റും എന്നതിനെ കുറിച്ച് തന്നെ ആലോചിക്കുക, അതെന്താന്ന് കണ്ടുപിടിക്കുക, അതിനെ വളർത്തുക. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. ഒരുപാട് നന്ദി ഇങ്ങനെ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് നിങ്ങളോടൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞതിലേക്ക്. എന്തൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യാം. എന്റെ പ്രശ്നങ്ങളിലും എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായം ഞാൻ ചെയ്യാം എന്ന് പ്രത്യേകം വാഗ്ദാനം ചെയ്യുന്നു. താങ്ക് യു മാം. നമ്മളോടൊപ്പം ഈ ഒരു ദിവസം തിരക്കുകൾക്കിടയിലാണെങ്കിലും കുറച്ച് സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിനും നല്ല വാക്കുകൾക്കും താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. വിൻസെന്റ് വാൻ ഗോഗിന്റെ ഒരു വാചകമുണ്ട്: വലിയ വിജയങ്ങൾ നടക്കുന്നത് ഒറ്റ ഒരു സമയം കൊണ്ടല്ല, ചെറിയ 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 കാര്യങ്ങളുടെ കൂട്ടായ പരിശ്രമമാണ് വിജയത്തിന്റെ ആധാരമെന്നുള്ളത്. അങ്ങനെ കൊച്ചു കൊച്ചു കണികകൾ ചേർത്ത് വെച്ചുകൊണ്ട് ഭംഗിയുള്ള ഒരു ജീവിതം രൂപപ്പെടുത്തിയെടുത്ത ഒരു അനുഭവം നമ്മളോട് പങ്കുവെക്കാനായിട്ട് മലപ്പുറത്ത് നിന്നും റംലത വരുന്നുണ്ട്. എന്റെ പേര് റംലയാണ്, മലപ്പുറത്ത് നിന്ന് വരുന്നു. എല്ലാവർക്കും നമസ്കാരം, വനിതാ ദിനാശംസകൾ. ഞാൻ ഈ വി പ്രൊജക്റ്റിൽ വന്നാൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഫസ്റ്റ് തന്നെ എനിക്ക് ഡിജിറ്റൽ ഫോണിനെ പറ്റി ഒന്നും എനിക്കറിയില്ലായിരുന്നു. വാട്സപ്പ്, അതേമാതിരി യൂട്യൂബ് അത്ര മാത്രമേ അറിയുള്ളൂ ഇനി. പിന്നെ ഈ വി പ്രൊജക്റ്റ് വന്നാലേ എല്ലതും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, എല്ലതും പഠിപ്പിച്ചു തന്നു. ഇമെയിൽ അയക്കണതും കോൺഫിഡൻസ് കോൾ ചെയ്യണം എല്ലാം എനിക്ക് ഈ വി പ്രൊജക്റ്റ് കൂടെ ഞാൻ പഠിച്ചെടുത്തു. അതുമാതിരി ഒരുപാട് ഫ്രണ്ട്സിനെ എനിക്ക് നേടാൻ കഴിഞ്ഞു. സൗഹൃദങ്ങള് ഈ വി പ്രൊജക്റ്റിൽ വന്നതിന് ശേഷമാണ് എനിക്ക് ഒരുപാട് സൗഹൃദങ്ങള്. നമ്മളെ സങ്കടം പറഞ്ഞാലും സന്തോഷത്തിലും സങ്കടത്തിലും എല്ലാം പങ്കുചേരുന്ന ഒരുപാട് സൗഹൃദങ്ങളെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതേമാതിരി പഠനം, ഞാൻ 7ാം ക്ലാസ് എഴുതി പാസ്സായിട്ടോളും. പിന്നെ എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല സ്കൂളിലേക്ക്. പിന്നെ എനിക്കൊരു 29 വർഷങ്ങൾക്ക് ശേഷം ഞാൻ 10ാം ക്ലാസ് എഴുതാൻ ഞാൻ തീരുമാനിച്ചു. പക്ഷെ ഞാൻ തീരുമാനിച്ചവിടെ കൊടുത്തൊക്കെ ചെയ്തു. പിന്നെ എൻ്റെ മുന്നിൽ ഒരു ചോദ്യചിഹ്നം. അത്രയും വർഷം ബുക്ക് നോക്കാത്ത ഞാൻ എങ്ങനെ പരീക്ഷ എഴുതുന്നു? അത് ഞാൻ എൻ്റെ സങ്കടം ഞാൻ എമിയുമായി പങ്കുവെച്ചു. അപ്പൊ അവള് പറഞ്ഞു, ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, നമുക്കൊക്കെ സെറ്റാക്കാം, ശരിയാക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മളെ മൈൻഡിലുള്ള ടീച്ചേഴ്സുമാർ എന്നെ പഠിപ്പിച്ചു. നല്ല മാർക്കോട് കൂടി തന്നെ ഞാൻ വിജയിച്ചു. എല്ലാ ടീച്ചേഴ്സും നല്ല മാതിരി പഠിപ്പിച്ചു തരുന്നുണ്ട്, നല്ല മനസ്സിലാവുന്ന രീതിയിൽ തന്നെ. കുറേ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ഒന്നും അറിയില്ലല്ലോ, ഇംഗ്ലീഷായാലും ഹിന്ദി ആയാലും എല്ലാം മറന്നിട്ടുണ്ടാവുമല്ലോ. പക്ഷെ അവര് സാവധാനം നല്ല രീതിക്ക് തന്നെ നല്ലപോലെ അവര് പഠിപ്പിച്ചു തന്നു. അതും ഈ പ്രൊജക്റ്റിൽ നിന്ന് തന്നെ എനിക്കൊരുപാട് നേട്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ ഈ ഒരു ഇതിൽ വന്നതിന് ശേഷം. പിന്നെ അതേമാതിരി എനിക്ക് ആരോടെങ്കിലും ഒക്കെ സംസാരിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. നമ്മള് വാക്കുകൾ തെറ്റോ, അങ്ങനെ സൗഹൃദങ്ങളോട് മാത്രം സംസാരിക്കുള്ളൂ. പിന്നെ അതിന് എനിക്കൊരു നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാക്കി തന്നത് നമ്മളെ ഈ വി പ്രൊജക്റ്റിൽ നിന്ന് തന്നെയാണ്. തിരുവനന്തപുരം കലക്ടർ ഓഫീസിക്ക് വിളിച്ചു, അവിടുത്തെ ഓഫീസർ എടുത്തു സംസാരിച്ചു. അപ്പൊ എൻ്റെ എല്ലാ ഭയവും മാറി. പിന്നപ്പോ ഞാൻ ആർക്കും വിളിക്കും, നമ്പർ കിട്ടിയാൽ നമ്മൾ അറിയാത്തവർക്കൊക്കെ ഇപ്പൊ വിളിക്കാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് സത്യമായിട്ടും എനിക്ക് കിട്ടി. ഇപ്പം നല്ല രീതിക്ക് തന്നെ സംസാരിക്കാൻ കഴിയും. അതേമാതിരി ഗ്രാഫ്റ്റ് എനിക്ക് അങ്ങനത്തെ ഒന്നും അറിയില്ല. ഞാൻ വെറുതെ വീട്ടിലിരിക്കുക, ഫോണിൽ തോണ്ട അത്ര മാത്രമേ. പക്ഷെ ഈ ഇതിൽ വന്നതിന് ശേഷം എനിക്ക് ഗ്രാഫ്റ്റ് ഞാൻ പഠിച്ചു, പേപ്പർ ബാഗ് ഉണ്ടാക്കൽ പഠിച്ചു ഞാൻ. അതൊക്കെ നമുക്ക് ഈ ഒരു വി പ്രൊജക്റ്റിൽ നിന്ന് മാത്രം കിട്ടിയ നേട്ടങ്ങളാണ്. അതുമാതിരി ഇടം മാസികയില് എൻ്റെ ഒരു രചന എഴുതി അത് പ്രസിദ്ധീകരിച്ചു. അത് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ കയ്യാൽ എഴുതിയ കുറച്ച് എഴുത്തുകൾ, എൻ്റെ പേര് വെച്ചുള്ള ഒരു എഴുത്ത് എനിക്ക് ഏതെങ്കിലും ഒരു ബുക്കിൽ പ്രസിദ്ധീകരിക്കണമെന്ന് ഭയങ്കരമായ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം എനിക്ക് സാധിച്ചെടുക്കാൻ കഴിഞ്ഞു ഈ വി പ്രൊജക്റ്റ് വരുന്നതിന്റെ ശേഷം മാത്രം. എനിക്കൊരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു കൂട്ടായ്മ നിങ്ങൾ ഉണ്ടാക്കിയതും എന്നെ അതിൽ നിങ്ങൾ പങ്കു ചേർത്തതിനും ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കായാലും ഷിബിനക്കായാലും പിന്നെ ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും കേട്ടോ. നമ്മളെ വി പ്രൊജക്റ്റിലുള്ള എല്ലാ അംഗങ്ങളും നല്ല സപ്പോർട്ടാണ്. എന്ത് സംശയം ഉണ്ടെങ്കിലും വേഗം പറഞ്ഞു തരും. പിന്നെ അവരോടൊന്നും ഞാൻ ചോദിക്കില്ല, നമ്മളെ മുന്നിൽ എമി
പിന്നെ ഷിബിന ഉണ്ടാകുമ്പോൾ ഓരോട് മാത്രം ഞാൻ ചോദിക്കല്. അവരെന്ത് അപ്പൊ നമ്മളെ ഡൗട്ടുകളൊക്കെ തീർത്തു തരും. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ എന്നെ ചേർത്തിയതിനും അതിനൊരു അംഗമാക്കിയതിനും എല്ലാവർക്കും ഒരുപാട് നന്ദി. സ്നേഹം നമ്ലത, ഈ മാറ്റങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട്. ശരിക്കും ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ നേടിയെടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നത്. ചെറിയൊരു കൈത്താങ് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും എഴുന്നേറ്റ് നടക്കാനായിട്ട് സാധിക്കും സത്യം. എന്നുള്ളൊരു നല്ലൊരു പ്രതീക്ഷയാണ്. കോൺഫിഡൻസ് വന്നത് എനിക്ക് ഈ ഒരു ഗ്രൂപ്പ് ചേർന്നാല് മാത്രമാണ് കേട്ടോ. എല്ലാരും എനിക്ക് സന്തോഷം. കോൺഫിഡൻസ് ഭയങ്കര ഭയമായിരുന്നു ആർക്കും ഫോൺ വിളിക്കാനും. പക്ഷെ അന്ന് ഈ നമ്മൾക്ക് ഇതിക്ക് കലക്ടർ ഓഫീസിക്ക് വിളിക്കണം പറഞ്ഞപ്പോ അപ്പൊ ആദ്യമൊക്കെ ഭയങ്കര ഭയനി. വിളിച്ചു കഴിഞ്ഞപ്പോ നല്ല കോൺഫിഡൻസ് ആയി. പിന്നെ അതേമാതിരി എന്താ നമുക്ക് റാം ഉണ്ടാക്കാൻ പിന്നെ സിനിമകൾക്ക് വിളിച്ചു. അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഭയപ്പെടുത്തണം അവരെന്ത് പറയാന്ന്. പക്ഷെ അതൊക്കെ മാറി കിട്ടിപ്പോ. എന്തായാലും ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് പറ്റട്ടെ. താങ്ക് യു. ഇനി അടുത്തായിട്ട് നമുക്ക് അടുത്തത് വരുന്നത് നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് എന്നുള്ളത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുക, ആ അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് പറയുക. അങ്ങനെ എപ്പോഴും സ്വയം ബ്ലെസ്ഡ് ആണ് എന്ന് പറഞ്ഞ് അത് കേൾക്കുന്ന നമുക്ക് പോലും ആ ഒരു ഫീലിംഗ് ഉണ്ടാക്കി തരുന്ന ഒരാളാണ് ഇനി നമ്മളോട് അനുഭവം പങ്കുവയ്ക്കാനായിട്ട് വരുന്നത്. എറണാകുളം ജില്ലയിലെ കുമ്പളങ്ങിയിൽ നിന്നും കവിത എസ് മുരളി. കവിത ചേച്ചി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കവിത എസ് മുരളി. ഞാൻ വർഷങ്ങളായി പുറത്തൊന്നും പോകാറില്ലായിരുന്നു. പിന്നീട് ഞാൻ മൈൻഡ് ഗ്രൂപ്പിൽ വന്നതിന് ശേഷം ഒരു ട്രിപ്പ് കോർഡിനേറ്റ് ചെയ്തു. ബിയിലെ 9 സ്ത്രീകളും കൂട്ടിലെ കുട്ടികളുമായിട്ട് ഞങ്ങൾ ഒരു ട്രിപ്പ് പോയി. ലുലു മാൾ, മഹാരാജാസ് കോളേജ്, സുഭാഷ് പാർക്ക്, ഇവിടെയൊക്കെ പോയി. പിന്നെ കൊച്ചിൻ മെട്രോയിൽ കയറാൻ സാധിച്ചു. ഇവിടെയൊക്കെ പോകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അതുണ്ടാക്കിയ സന്തോഷവും കോൺഫിഡൻസും ഒക്കെ വളരെ വലുതായിരുന്നു. അങ്ങനെ ആ യാത്ര കൊണ്ട് എനിക്ക് പുറത്തു പോകാനുള്ള ധൈര്യവും പിന്നീട് പോകാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായി. പുറത്തിറങ്ങാനുള്ള അവസരങ്ങൾ ഉപയോഗിക്കാൻ സാധിച്ചു. ഞാൻ വീട്ടിലിരിക്കേണ്ടതല്ല എന്ന തോന്നൽ എനിക്കുണ്ടായി. പിന്നെ ബർത്ത്ഡേ കലണ്ടർ, ഇങ്ങനെയുള്ള ആൾക്കാരുടെ ബർത്ത്ഡേക്ക് പലപ്പോഴും വീട്ടുകാരും അവർ പോലും മറന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകാറ്. അപ്പോൾ നമ്മുടെ മെമ്പേഴ്സിനെ സന്തോഷിപ്പിക്കാനായിട്ട് ഒരു ബർത്ത്ഡേ കലണ്ടർ എന്ന സംവിധാനം ചെയ്തിരുന്നു. അത് കോർഡിനേറ്റ് ചെയ്യാൻ എന്നെയാണ് ഏൽപ്പിച്ചിരുന്നത്. അങ്ങനെ പലരെയും വിഷ് ചെയ്യുമ്പോൾ അവരുടെ വലിയ സന്തോഷം ഞാൻ കാണാറുണ്ട്. അങ്ങനെ ഒരു സന്തോഷം കൊടുക്കാൻ പറ്റുന്നതും പ്രൊജക്റ്റിന്റെ ഒരു വലിയ നേട്ടം തന്നെയാണ്. അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞതും എനിക്ക് ഭയങ്കര സന്തോഷം തരും. പിന്നെ എനിക്ക് എഴുതാനുള്ള പ്രചോദനം കിട്ടിയത് ഈ പ്രൊജക്ട് മൂലമാണ്. എനിക്ക് എഴുതാൻ കഴിവുണ്ടായിരുന്നെങ്കിലും അങ്ങനെ എഴുതാറൊന്നുമില്ലായിരുന്നു. പക്ഷെ വിയിൽ വന്ന പിന്നെയാണ് എഴുതാനൊക്കെ തുടങ്ങി. പിന്നെ ഡാൻസ് ചെയ്യാനായിട്ട് ചെറുപ്പം മുതൽ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. വിയിൽ വന്ന പിന്നെയാണ് ഞാൻ സിറ്റിംഗ് ഡാൻസ് പഠിച്ചതും. അങ്ങനെ എൻ്റെ ആ സ്വപ്നം സാധിച്ചു. പിന്നെ ഷോർട്ട് ഫിലിം ചെയ്യാൻ സാധിച്ചു. പിന്നെ എനിക്ക് കുറെ നല്ല കൂട്ടുകാരെയൊക്കെ കിട്ടി. ഇപ്പോൾ ഞാൻ നല്ല ഹാപ്പിയാണ്. താങ്ക് യു. സ്നേഹം ചേച്ചി, എപ്പോഴും ചേച്ചി വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള സന്തോഷങ്ങളെയാണ് നമ്മൾ കൗണ്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇനി നമുക്ക് സ്വയം കണ്ടെത്തിയ സെൽഫ് ഡിസ്കവർ ചെയ്ത ഒരാളെയാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. അതായത് നമ്മൾ സ്വയം കണ്ടെത്തുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിന് ഭംഗി കൂടുന്നത്. അങ്ങനെ സെൽഫ് ഡിസ്കവർ ചെയ്യാൻ കഴിഞ്ഞ സന്ദർഭങ്ങളെ കുറിച്ച് നമ്മളോട് ഇനി സംസാരിക്കുന്നത് കോട്ടയം ജില്ലാ കോർഡിനേറ്റർ ആയിട്ടുള്ള ശ്രീധർമ്മ ചേച്ചിയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീധർമ്മ ദിബിൻ, കോട്ടയം ജില്ലാ കോർഡിനേറ്ററാണ്. നമ്മുടെ ട്രസ്റ്റിൻ്റെ പേര് പോലെ തന്നെ മൈൻഡ് ട്രസ്റ്റിലേക്ക് 2017 ജോയിൻ ചെയ്തപ്പോഴാണ് എൻ്റെ മൈൻഡും ഒന്ന് സെറ്റായി തുടങ്ങിയത്. മസ്കുലർ ഡിസ്ട്രോഫി ഒരു വില്ലനായിട്ട് ലൈഫിലേക്ക് വന്നപ്പോൾ കരഞ്ഞ് വിധിയെ പഴിച്ച് ആൾക്കാരെ ഫേസ് ചെയ്യാനൊക്കെയുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ അകത്ത് കരഞ്ഞുകൊണ്ടിരുന്ന ഒരുപാട് നിമിഷങ്ങൾ എനിക്കുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ എനിക്ക് മൈൻഡിൽ കൂട്ടുകാരെ കിട്ടിയപ്പോഴാണ് വളരെ മാറ്റം വന്നത്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ വിയിൽ ഒരുപാട് കൂട്ടുകാരെ കിട്ടി. പിന്നെ ടാലൻറ്റിയ 2K24 എന്ന പ്രോഗ്രാമാണ് എൻ്റെ ഉള്ളിലെ കഴിവുകളും ഒക്കെ പുറത്തു വരാൻ വേണ്ടി ടാലൻറ്റിയാണ് ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചത്. അധികം സംസാരിക്കാൻ ബുദ്ധിമുട്ട്, മൈക്ക് പിടിച്ച് സംസാരിക്കാൻ ബുദ്ധിമുട്ട് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ടാലൻറ്റിയയിലെ പല ടാസ്കുകളിലും അറ്റൻഡ് ചെയ്തു. അതിൽ റീൽസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ യൂട്യൂബിലേക്ക് തന്നെ ഞാൻ റീൽസുകൾ, എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു കുഞ്ഞ് യൂട്യൂബർ എന്നുള്ളത്. അപ്പോൾ റീൽസുകൾ അതിലെ ടാസ്കിൻ്റെ ഭാഗമായിട്ട് ചെയ്തു. അങ്ങനെ യൂട്യൂബിലേക്ക് ഇട്ടു.
ഇപ്പോൾ ഒരു 2000-ന് എബോവ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ട് റീൽസുകൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ടാലൻറ്റിയയിൽ വന്നതിൻ്റെ ഒരു ഭയങ്കര മാറ്റം തന്നെയാണ്. അതുപോലെ ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസ്, ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നു. അതൊക്കെ നമ്മുടെ ഗ്രൂപ്പിലെ ഒരു വലിയ മാറ്റം തന്നെയാണ്. പിന്നെ എന്നിലുണ്ടായ ഒരു കഴിവെന്ന് വെച്ചാൽ ആങ്കറിങ്. അതിൻ്റെ ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് വീണയുടെയൊക്കെ ഒരു ഗൈഡൻസിൽ തന്നെ നമ്മൾ ആ ഒരു ഗ്രൂപ്പിൽ നമ്മൾ അറ്റൻഡ് ചെയ്തു. അങ്ങനെ നമ്മുടെ മൈൻഡിൽ തന്നെ കുറച്ച് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അവസരങ്ങൾ ലഭിച്ചു. അതിനും കുറേ ഗൈഡൻസ് എമി, ഷിബിനിത്തയൊക്കെ തന്നു. അതിലൂടെയാണ് ആ ഒരു കഴിവുകൾ മെച്ചപ്പെട്ട് വന്നത്. അപ്പോൾ വിയുടെ കോർഡിനേറ്റേഴ്സിന് എമി, ഷിബിനിത്തയുടെ ഒക്കെ ഞാൻ ഈ ഒരു അവസരത്തിൽ സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ്. കാരണം എന്നിൽ റീൽസുകൾ ചെയ്യാൻ, അഭിനയിക്കാൻ ഒരു കഴിവുണ്ടെന്നുള്ളത് ആ ഒരു ടാസ്കിലൂടെയാണ് ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത്. അതുപോലെ തന്നെ ആങ്കറിങ്ങും. പിന്നെ ഞാൻ പുറത്തൊരു ബർത്ത്ഡേയുടെ ആങ്കറിങ് ചെയ്തു. മൈക്ക് പിടിച്ച് സംസാരിക്കില്ലായിരുന്നു. നമ്മുടെ ഓൺലൈനായിട്ടുള്ള ആങ്കറിങ്ങിന് ശേഷമാണ് ആൾക്കാരെ ഫേസ് ചെയ്യാനും ഒക്കെ ഒരു ധൈര്യം എനിക്ക് കിട്ടി തുടങ്ങിയത്. പിന്നെ അതുപോലെ തന്നെ കുടുംബശ്രീയുടെ ഒരു അനൗൺസ്മെൻറ്റിന് വേണ്ടി വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കയറാൻ ബുദ്ധിമുട്ടാണ്, രണ്ടുപേരെ എടുത്ത് ജീപ്പിൽ വെച്ചാൽ ഞാൻ അനൗൺസ് ചെയ്യാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ രണ്ടുപേര് പൊക്കിയെടുത്ത് ജീപ്പിലിരുത്തി അനൗൺസ് ചെയ്തു. അതൊരു എനിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ധൈര്യമായി. പിന്നെ ഈ ഒരു ധൈര്യത്തിലൂടെ പാട്ടുകൾ ഓരോ കല്യാണ ഫംഗ്ഷനിലൊക്കെ പോയി പാടാൻ തുടങ്ങി. എല്ലാം തന്നെ നമ്മുടെ വി ഗ്രൂപ്പിലെ ടാലൻറ്റിയ 2K24 എന്ന പ്രോഗ്രാമിലൂടെ എനിക്ക് ലഭിച്ചതാണ്. പുറത്തൊരു ബർത്ത്ഡേ ആങ്കറിങ് ഞാൻ ചെയ്തു. പിന്നെ ഇങ്ങനെ റീൽസുകൾ കണ്ടിട്ട് ഒരാൾ ഷോർട്ട് ഫിലിമിൻ്റെ ഒരു ചെറിയ ഭാഗം, എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും ആവണമെന്ന്. പക്ഷെ നമുക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ റീൽസ് കണ്ടിട്ട് ഒരു ഷോർട്ട് ഫിലിമിൽ ഒരു അവസരം കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു വീൽ ചെയറിൽ ഇരുന്നേ ഉള്ളൂ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, വീൽ ചെയറിൽ തന്നെ ഇരുന്നാണ് ആ ഒരു കുറച്ചൊരു സെൻറ്റൻസ് പറയുന്നതാണ്, എന്നാലും ആട്ടോ അങ്ങനെ ഒരു അവസരം കിട്ടി. അപ്പോൾ അതിനൊക്കെ ഈ ഒരു അവസരത്തിൽ ഞാൻ വിയോടും മൈൻഡ് ട്രസ്റ്റിലെ അംഗങ്ങളോടും എല്ലാവരോടും കോർഡിനേറ്റേഴ്സിനോടും ഒക്കെ നന്ദി പറയുകയാണ്. പിന്നെ ഇന്നത്തെ വുമൻസ് ഡേക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഓരോ കഴിവുകൾ വളർത്തിയെടുക്കാൻ വി അതിൻ്റെ ഒരു ഭാഗമാകട്ടെ. ഇതുപോലെ എല്ലാവർക്കും നല്ല നല്ല അവസരങ്ങൾ അവരുടെ കഴിവനുസരിച്ച് വളർത്താൻ സാധിക്കട്ടെ എന്നൊക്കെ ഈ നിമിഷത്തിൽ എല്ലാവരെയും ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു. ഇന്നിവിടെ അനുഭവങ്ങൾ പങ്കുവെച്ച 3 പേരും ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ നമുക്ക് ഓരോരുത്തർക്കും പ്രചോദനമായി തന്നെ മാറട്ടെ. നമ്മുടെ 3 പേരുടെ അനുഭവങ്ങൾ നമ്മളിവിടെ കേട്ടു. നമ്മുടെ വീട് യാത്രകൾ കണ്ടു. ഒത്തിരി നല്ലൊരു വനിതാ ദിനം നമ്മൾ ഒന്നിച്ചിരുന്ന് നമുക്ക് ആഘോഷിക്കാനായിട്ട് പറ്റി. നമ്മുടെ ഈ ഒരു പ്രോഗ്രാം നമ്മുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. സോ ഇന്നിവിടെ കൂടിയ എല്ലാവരോടും ഒന്നുകൂടി ഓർമ്മപ്പെടുത്താണ്, വനിതാ ശാക്തീകരണം അല്ലെങ്കിൽ ഈ ഒരു വനിതാ ദിനത്തില് നമ്മളുടെ പുരോഗമനം, എല്ലാ കാര്യങ്ങളും നമ്മൾ പറയും, സമത്വം എല്ലാം നമ്മൾ പറയുന്നത് ഈ ഒരു ദിവസം മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. ഇനിയും നമ്മൾ ഒന്നിച്ചു നിന്ന് വീണ്ടും നമുക്ക് ഒന്നിച്ച് പരിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് അതിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ യാത്ര നമ്മൾ ഇവിടെ നിന്ന് വീണ്ടും തുടരുകയാണ്. ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവരോടും സ്നേഹപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ വനിതാ ദിനാഘോഷ പരിപാടികൾ ഇവിടെ സമാപിച്ചതായിട്ട് അറിയിക്കുകയാണ്. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്.